അരവിന്ദും പ്രഭയും കൂടി യാമിനിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. യാമിനി പറയുന്നത് പലതും അവർക്കങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. യാമിനി പറയുന്നത് അവരുടെ കുടുംബക്കാർ അത്രയും വലിയ കുടുംബക്കാരാണ്, പേര് കേട്ട കുടുംബക്കാരാണെന്നൊക്കെ. നന്ദനും വന്ന് അതെല്ലാം ശരിവെക്കുന്നുണ്ട്. നന്ദനോടും യാമി ഇതെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുവാണ്. അന്ന് യാമിയുടെ അമ്മ വരുന്നുണ്ട്. നന്ദൻ ചോദിക്കും എപ്പോഴാണ് അമ്മ വരുന്നതെന്ന്. അതറിയില്ല എന്നൊക്കെ യാമി പറയും. എന്നിട്ട് പ്രഭയോട് പറയും എന്നാൽ ശരി നിങ്ങളിരുന്ന് സംസാരിക്കുക, ഞങ്ങൾ പോയിന്ന് ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ് വാ നന്ദൂസെന്നും പറഞ്ഞ് നന്ദനെയും കൂട്ടി യാമി അങ്ങ് പോകും. പ്രഭയും കൂട്ടി അരവിന്ദ് മുറി വന്നിട്ട് പറയും അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രഭേ, നമ്മളും കള്ളം പറയും, പക്ഷേ അവർ നമ്മളെക്കാൾ വലിയ ഉടായിപ്പ, കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയാണ് അവർ തള്ളി മറച്ചു വിട്ടത്. അവരെ ശരിക്കും സൂക്ഷിച്ചേ പറ്റൂ. അവർ മുന്നേ ഒന്ന് കെട്ടിയതാണോ ആരെങ്കിലും തട്ടിയിട്ട് വന്നാണോ ഒന്നും പറയാൻ പറ്റില്ല. പ്രഭ പറയും ദൈവമേ ചിറ്റപ്പനെ അവരെന്തെങ്കിലും ചെയ്യുവോ. അരവിന്ദ് പറയും നമ്മൾ സൂക്ഷിച്ച് വേണം അവരോട് ഇടപെടാൻ വേണ്ടി. പ്രഭേ നീ അവരോട് കുറച്ച് അകലമൊക്കെ കാണിക്കണം. അങ്ങനെ അവർ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്. യാമിനി ആണെങ്കിൽ വാതിക്കെ വന്ന് വെയിറ്റ് ചെയ്യാണ് അമ്മേ. ഈ സമയം ജാനി അങ്ങോട്ട് വരും. അമ്മ എത്താറായോ എന്ന് ചോദിക്കും. യാമിനി പറയും കുറച്ച് മുമ്പ് വിളിച്ചപ്പം 5 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. ജാനി പറയും എന്നാൽ ഇപ്പം ഇങ്ങനെ എത്തുമായിരിക്കും. അല്ല അമ്മ മാത്രമേ ഉള്ളോ അതോ മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ടോ? യാമിനി പറയും അയ്യോ ഇല്ല, അവരെല്ലാം കൂടി വരാനാണെങ്കിൽ 10 ബസ്സെങ്കിലും വേണ്ടി വരും. എല്ലാവരും വലിയ വലിയ ആൾക്കാരാ. മൂത്തമ്മാവൻ ഡോക്ടർ, ഇളയമ്മാവൻ എഞ്ചിനീയർ, വേറൊരു അമ്മാവന് കപ്പൽ ബിസിനസ്. ഒരു കപ്പൽ ഈ അടുത്ത് മുങ്ങിപ്പോയി. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അറ്റാക്ക് വന്ന് ചത്തുപോയനെ. അത്രയും കോടികളുടെ നഷ്ടമല്ലേ. പക്ഷെ അമ്മാവൻ പറയുക കപ്പൽ പോയാലെന്താ വിമാനം ഇല്ലെന്ന്. ജാനി ചോദിക്കും ആഹാ വിമാനമൊക്കെ ഉണ്ടോ? യാമിനി പറയും പിന്നെ 1 അല്ല 2. ആ സമയമാണ് വാതുക്കലേക്ക് ഒരു കാറ് വരുന്നത്. ഡ്രൈവർ വന്ന് ഡോറ് തുറന്നു കൊടുക്കും. അതിന് യാമിനിയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങും. അവർ മുറ്റത്തേക്ക് വരുമ്പോൾ അമ്മയെന്ന് പറഞ്ഞ് യാമിനി ഓടിച്ചെല്ലും. സ്നേഹത്തോടെ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട്. യാമിനിയുടെ അമ്മ പറയും നീ ആകെ മെലിഞ്ഞു പോയല്ലോടി, നിനക്കെന്താ ഇവിടുന്ന് ഭക്ഷണം ഒന്നും തിന്നാൻ കിട്ടുന്നില്ലേ? യാമിനി പറയും കുഴപ്പമില്ലമ്മേ, പക്ഷെ നമ്മുടെ വീട് പോലെ അല്ലല്ലോ. അമ്മ അവളോട് അടക്കം ചോദിക്കും അതെന്നാ ഇവിടെ പഴങ്കഞ്ഞി ഒന്നും കിട്ടില്ലേ? യാമിനി പറയും ഒന്ന് ചുമ്മാ തിരി അമ്മേ. ജാനി പറയും ഇത് മോളുടെ വീട് തന്നെയാ. യാമിനി പറയും അമ്മ ഇത് നന്ദൂസിന്റെ അമ്മയാ. എന്താ പേരെന്ന് അവർ ചോദിക്കുമ്പോൾ ജാനകി എന്ന് പറയും. അവര് പറയും എന്റെ പേര് വിനോദിനി റഹ്റാം. യാമിനി വിനോദിനിയുടെ കാതിൽ തൊട്ടിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ കമ്മലിന്റെ ആണി ഇതേ പോയിരിക്കുന്നു, ഞാൻ ശരിയാക്കി തരാവേ. എന്നിട്ട് ജാനിയോട് പറയും അമ്മ അകത്തേക്ക് പൊക്കോ, ഞങ്ങൾ വന്നേക്കാം. ജാനി പറയും അകത്ത് കയറിയിരുന്ന് ശരിയാക്കും മോളെ. യാമിനി പറയും കുഴപ്പമില്ല അമ്മേ ഇതിപ്പം കഴിയും, വന്നേക്കാം, അമ്മ അങ്ങോട്ട് പൊക്കോ. ജാനി ഒരു ചിരിയോടെ അകത്തേക്ക് പോകുമ്പം യാമിനി വിനോദിനിയോട് പറയുന്നുണ്ട് അമ്മേ അച്ഛൻ്റെ കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് കളഞ്ഞിട്ട് പോയതാണെന്നൊന്നും പറയരുത്, നാണക്കേടാ. അയാളുടെ കാര്യം ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന് വിനോദിനി ചോദിക്കുമ്പം യാമിനി പറയും അച്ഛൻ പട്ടാളത്തിലായിരുന്നെന്നും അവിടുന്ന് കാണാതെ പോയിന്നുവാ നന്ദൂസിനോടും ഇവിടെ ഉള്ളവരോടും ഞാൻ പറഞ്ഞേക്കുന്നത്. അവര് പറയും അടിപൊളി, എന്നാ പിന്നെ അയാൾ അങ്ങ് മരിച്ചു എന്ന് പറയാൻ മേലായിരുന്നോ? യാമിനി പറയും എന്നിട്ട് വേണം എന്നെ കാണാൻ എങ്ങനെ ഇവിടെ വന്നാൽ എനിക്ക് പണിയാവാൻ. പിന്നെ നമ്മൾ വലിയ തറവാടികളും കോടീശ്വരന്മാരും ആന്നാ ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചേക്കുന്നത്. അമ്മ ആ രീതി തന്നെ ഫോളോ ചെയ്യണേ. അവര് പറയും അത് പിന്നെ പ്രത്യേകം പറയണോ, ഞാൻ ഏറ്റു എന്നാ അമ്മ വാന്നും പറഞ്ഞ് വിനോദിനിയും കൂട്ടി യാമിനി അകത്തേക്ക് പോകും. വിനോദിനിയും കൂട്ടി യാമിനി അകത്തേക്ക് വരുമ്പോൾ ജാനിയും ചിത്ര അഞ്ജലിയും എല്ലാം അവിടെ ഉണ്ട്. ചിത്ര പറയും യാമിനിയുടെ അമ്മ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വിനോദിനി പറയും ഫ്രഷ് ജ്യൂസ് മതി, അതാ ശീലം. യാമിനി പറയും ഉച്ചയ്ക്ക് കോൺഫ്ലെക്സ്, രാത്രിയിലാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം. ചിത്ര പറയും ചുമ്മാതല്ല യാമിനിയുടെ അമ്മയെ കാണാൻ യാമിനിയുടെ ചേച്ചിയെ പോലെ ഇരിക്കുന്നത്. വിനോദിനി പറയും പക്ഷെ ചിലര് പറയുന്നതേ എന്നെ കാണാൻ യാമിനിയുടെ അനിയത്തിയെ പോലെയാന്ന്. ചിത്ര അഞ്ജലിയൊക്കെ ചിരിക്കത്തേ ഉള്ളൂ. മുത്തശ്ശി പറയും അത് പറഞ്ഞപ്പോഴാ യാമിനിയുടെ അനിയത്തിയെ കൊണ്ടുവരാതിരുന്നത് എന്താ? വിനോദിനി പറയും അവൾ ഇന്ന് ഭയങ്കര ബിസിയാ. ചിത്ര ചോദിക്കും ആളെന്ത് ചെയ്യാ? ഫാഷൻ ഡിസൈനറാ. യാമിനി പറയും അത് മാത്രമല്ല ആളൊരു മോഡല് കൂടിയാ. അഞ്ജലിയെ നോക്കി ഇതാരാന്ന് വിനോദിനി ചോദിക്കും. ചിത്ര പറയും എൻ്റെ മരുമകളാ അഞ്ജലി. വിനോദിനി ചോദിക്കും എന്ത് ചെയ്യുന്നു? ചിത്ര പറയും നമ്മളുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അഞ്ജലി മോളാ. വിനോദിനി ചോദിക്കും അതെയോ, എന്നാ ഇനി യാമിനിയും കൂടെ കൂട്ടിക്കോ, കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ മോള് മിടുക്കിയ അല്ലേ മോളെ? യാമിനി അതേന്നും പറഞ്ഞ തലയാട്ടും. അല്ല എന്റെ മരുമോൻ എവിടെ? യാമിനി പറയും ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാവേ. എന്നിട്ട് നന്ദൂസേന്ന് നീട്ടി വിളിക്കും. അമ്മ വന്നു എന്ന് അവള് പറയുന്നുണ്ട്. വന്നു എന്നും ചോദിച്ചാണ് നന്ദൻ വരുന്നത്. അവിടെ എത്തുമ്പോൾ ചോദിക്കും എന്താ യാമുവിന്റെ അമ്മ വരാൻ താമസിച്ചത്? വിനോദിനി പറയും ഇന്ന് എസ്റ്റേറ്റിലെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസമായിരുന്നു, ശമ്പളവും കൊടുത്ത് കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയി, നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ജ്യൂസ് കൊണ്ടുവരാമെന്നും പറഞ്ഞ് ചിത്ര അടുക്കളയിലേക്ക് പോകുമ്പം വിനോദിനി പറയുന്നുണ്ട് ഫ്രഷ് ജ്യൂസ് മതിയേ, അല്ലെങ്കിൽ എനിക്ക് ദഹിക്കില്ല. യാമിനി അമ്മയും നന്ദനെയും കൂട്ടി മുറിയിലേക്ക് പോകും. നന്ദു ജാനിയോട് പറയും വീടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വരാന്ന്. അവര് പോയി കഴിയുമ്പം ജാനി അഞ്ജലിയോട് പറയുന്നുണ്ട് കണ്ടിട്ട് കുറച്ച് പൊങ്ങച്ചക്കാരിയാന്ന് തോന്നുന്നു. അഞ്ജലി
പറയും ഏയ് അങ്ങനെയൊന്നുമില്ല, മുത്തശ്ശിക്ക് തോന്നുന്നതായിരിക്കും. ജാനി പറയും ആ ആയിരിക്കും, അല്ലെങ്കിലും ഈ തറവാടികൾക്ക് കുറച്ച് പൊങ്ങച്ചം കൂടുതലാ. വിനോദിനിയെ കൊണ്ട് യാമിനി മുറിയിലേക്ക് വരും. മുറി കണ്ടിട്ട് വിനോദിനി പറയുന്നുണ്ട് എന്തു വലിയ മുറിയാ മോളെ, ദേ കണ്ണാടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് യാമൂന്ന് വിളി കേൾക്കുന്നത്. യാമിനി പറയും അമ്മ അടങ്ങി നിൽക്കും, നന്ദൂസ് വരുന്നുണ്ട്. നന്ദൻ റൂമിലേക്ക് വരുമ്പം വിനോദിനി പറയും കേട്ടോ നന്ദൂസേ, എനിക്ക് നന്ദൂസിന്റെ അമ്മയും ഏട്ടത്തിയെല്ലാം ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാ. ഈ വീട്ടിലേക്ക് തന്നെ എൻ്റെ മോക്ക് മരുമകളായി കയറി വരാൻ പറ്റിയല്ലോ. അല്ല നന്ദൂസിന്റെ ഏട്ടൻ എപ്പം വരും? അവൻ പറയും എപ്പം വരുമെന്ന് അറിയില്ല, ബിസിനസ് കാര്യത്തിന് വേണ്ടി പോയേക്കുക. വിനോദിന് ചോദിക്കും കമ്പനി കാര്യങ്ങളെല്ലാം നന്ദൂസിന്റെ ഏട്ടനാ നോക്കി നടത്തുന്നത് അല്ലേ? അതേന്ന് നന്ദൻ പറയും. നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നന്ദൻ വെളിയിലേക്ക് പോകും. വിനോദിനിക്ക് വെപ്രാളോ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കട്ടിലും AC-യും ഫാനും എല്ലാം കണ്ടിട്ട് ഒരുപാട് സന്തോഷം കാണിക്കുന്നുണ്ട് അവര്. അമ്മേ പതുക്കെ എന്നൊക്കെ യാമിനി പറയും. അവർ കട്ടിലേ ഇരുന്ന് ചാടുകയാണ്. യാമിനി പറയും എൻ്റെ അമ്മ എന്തായി കാണിക്കുന്നത്, ആരെങ്കിലും കണ്ടോണ്ട് വന്നാൽ നാണക്കേടാ. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും കണ്ട നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ കള്ളാന്ന് മനസ്സിലാവും. കാശുള്ളവർ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ കോടീശ്വരി ആയിട്ടുള്ള അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? യാമിനി പറയും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ ഓവറായെന്നാ തോന്നുന്നേ. വിനോദിനി പറയും അത് നിനക്ക് തോന്നുന്നതാ, എൻ്റെ ആക്ടിങ് കറക്റ്റ് മീറ്ററിലായിരുന്നു. യാമിനി പറയും ആയിരിക്കണം, നമ്മൾ പുറംപോക്കിൽ ടാർപ്പൻ കെട്ടി കഴിയുന്നവരാന്ന് അറിഞ്ഞാൽ എപ്പോൾ എന്നെ ഇവിടുന്ന് പുറത്താക്കിയെന്ന് ചോദിച്ചാൽ മതി. വിനോദിനി പറയും അതിനു മുമ്പ് നീ നന്ദൂസിൻ്റെ കുഞ്ഞിനെ അങ്ങ് അകത്താക്കണം. നീ എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവണം. നന്ദുവിൻ്റെ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ഇമ്മിണി പൊളിക്കും. യാമിനിക്കും അത് ശരിയാണെന്ന് തോന്നും. ആ സമയം ചിത്ര ജ്യൂസ് കൊണ്ടുവന്ന് വിനോദിനിക്ക് കൊടുക്കും. ഫ്രഷ് ജ്യൂസ് ആണല്ലോ അല്ലേന്ന് ചോദിക്കും. അതേന്ന് ചിത്ര പറയും. വിനോദിനി അത് വാങ്ങി ഒറ്റ വലിക്ക് കുടിക്കും. ആ കുടിപ്പ് കണ്ട് യാമിനിക്കും വല്ലാതെ ആവുന്നുണ്ട്. വെള്ളം ചേർത്ത വയറ്റിന് പിടിക്കില്ല, അതാന്ന് വിനോദിനി പറയും. ചിത്ര അതിന് മറുപടിയായി ഒന്ന് മൂളി ഗ്ലാസ് വാങ്ങി അവിടുന്ന് പോകും. യാമിനി ചോദിക്കും എന്തൊരു കുടി അമ്മേ കുടിച്ചത്? വിനോദിനി ചോദിക്കും ഓ ഇവളാണ് ഇവിടുത്തെ സർവ്വ അധികാരിയല്ലേ, മൂത്ത മരുമകള് അവരല്ലേന്ന് യാമിനി ചോദിക്കും. വിനോദിനി പറയും എന്നാ ഇളയ മരുമകളായ നീ ഇനി എല്ലാ അധികാരവും കയ്യിലാക്കണം. അതൊന്നും അത്ര എളുപ്പമല്ല അമ്മേന്ന് യാമിനി പറയുമ്പോൾ വിനോദിനി പറയും എളുപ്പത്തിൽ വേണ്ടടി, പതുക്കെ മതി. നോക്കട്ടെ എന്ന് യാമിനി പറയും. അന്നേരമാണ് യാമൂന്നും വിളിച്ച് നന്ദു അങ്ങോട്ട് വരുന്നത്. എന്താ അമ്മ പറയുന്നത്? യാമിനി പറയും നന്ദൂസിനെ പോലെ ഒരു സുന്ദര കുട്ടനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്ന് പറയുമായിരുന്നു. അത് കേൾക്കുമ്പോൾ നന്ദന് സന്തോഷം തോന്നും. വിനോദിനി പറയും നിങ്ങളുടെ കല്യാണം ആരെ അറിയിച്ചില്ലെന്നും പറഞ്ഞ് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ പരാതിയാ. നന്ദൻ പറയും ഇവിടെ അതിനെക്കാട്ടിലും പരാതിയുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം നടക്കുമെന്ന് ഞാൻ പോലും കരുതിയില്ല. വിനോദിനി പറയും മംഗല്യ യോഗം തലയ്ക്ക് മേലെ വന്ന പിന്നെ ഒന്നും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, പിടിന്ന് കല്യാണം അങ്ങ് നടത്തിക്കോണം. പരാതി പറയുന്നവർ പറയും അതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞേക്കണം. എന്നിട്ട് നമ്മളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കണം. രാമുവിന്റെ അമ്മ പറയുന്നത് വളരെ ശരിയാ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് അവരെയും കൂട്ടി പോകുന്നുണ്ട്. പിന്നീട് നന്ദനും യാമിയും വിനോദിനിയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ചിത്ര അഞ്ജലി അടുത്ത് തന്നെയുണ്ട്. വിനോദിനി കഴിച്ചോണ്ട് പറയും ഞാൻ അരിയാഹാരം അങ്ങനെ കഴിക്കാറില്ല, ചപ്പാത്തി അല്ലെങ്കിൽ കോൺഫ്ലെക്സ് അതാണ് പതിവ്. അഞ്ജലി പറയും അയ്യോ അറിഞ്ഞില്ല, ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വരാം. വിനോദിനി പറയും ഇനിയിപ്പം വേണ്ട, ഇനി വരുമ്പം ശ്രദ്ധിച്ചാൽ മതി. ചോറ് കുറച്ചും കൂടി ഇട്ടോ, ആഹാരം കഴിക്കുമ്പോൾ കാര്യമായിട്ട് കഴിക്കും, അതാ എൻ്റെ ഒരു രീതി. അവര് കുറേ ചോറും കറിയൊക്കെ കഴിക്കുന്നുണ്ട്. യാമിനി ഇരുന്ന് കണ്ണുകൊണ്ട് ഓരോന്നും കാണിക്കും. അവരതൊന്നും മൈൻഡ് ചെയ്യില്ല. കറികളൊക്കെ ഇഷ്ടമായോന്ന് ചിത്ര ചോദിക്കുമ്പം അവർ പറയും ഉഗ്രൻ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കുഴപ്പമില്ല. അല്ല ഈ അവിയൽ ആരാ ഉണ്ടാക്കിയേ? അഞ്ജലി പറയും ഞാനാ, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? വിനോദിനി പറയും ഇഷ്ടമായില്ല. അതാ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചേ. അഞ്ജലിയുടെയും ചിത്രയുടെയൊക്കെ മുഖം വല്ലാതെ ആവുന്നുണ്ട്. അതെ ഞാൻ നല്ലതാണേലും ചീത്തയാണേലും തുറന്നങ്ങ് പറയുവേ, ആന്റിയോടൊന്നും തോന്നരുതേ. ആ സമയം പ്രഭ അരവിന്ദു അങ്ങോട്ട് വരും. ഇത് യാമിനിയുടെ അമ്മയാന്ന് ചിത്ര പറയും. എൻ്റെ മോളും മരുമോനും ആന്ന് ചിത്ര പറയും. നിങ്ങളുടെയൊക്കെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അരവിന്ദെന്നും പ്രഭയെന്നും പറയും. വിനോദിനെ ചോദിക്കും അല്ല ഈ വീട്ടിലപ്പോൾ എത്ര പേര് താമസിക്കുന്നുണ്ട്? ഒരു പഞ്ചായത്തിനുള്ള ആളുണ്ടല്ലോ. ചിത്ര പറയും ഞങ്ങളുടെ വീട് വലിയൊരു ഫാമിലിയാ. വിനോദിനെ ചോദിക്കും മോളെ നിനക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യാമിനി പറയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. വിനോദിനി പറയും അത് ശരിയാ, എന്നാലും ഇത് വല്ലാത്തൊരു സാഹചര്യമായി പോയി. മോളെ കുറച്ച് ചോറും കൂടി ഇട്ടേ. അഞ്ജലി കുറച്ചും കൂടി ചോറിട്ട് കൊടുക്കും. കുറച്ചും കൂടി അവിയലിട്ടോളാൻ പറയും. അഞ്ജലി പറയും അത് കൊള്ളില്ലെന്നല്ലേ പറഞ്ഞത്? വിനോദിനി പറയും അതെ, പക്ഷെ സാമ്പാറിന്റെ ചവർപ്പ് മാറാൻ അവിയൽ നല്ലതാ. അരവിന്ദും പ്രഭ അവിടുന്ന് പോകുമ്പോഴത്തേക്കും ചിത്ര ചോദിക്കുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്നില്ലേന്ന്. പിന്നെ കഴിച്ചോളാന്ന് പറയും. പുറത്ത് വന്ന് അവർ പറയും അവരുടെ കഴിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒന്നും കാണത്തില്ലെന്നാണ് തോന്നുന്നത്. ചിറ്റപ്പനെയും കൂടെ അവരെടുത്ത് കഴിക്കുന്ന മട്ട.
പ്രഭ പറയും അരവിന്ദ് നേരത്തെ പറഞ്ഞത് ശരിയാ, ഒറ്റ നോട്ടത്തിൽ യാമിനിയുടെ ഫാമിലി വെറും കൂറ ഫാമിലിയാ. വയറു നിറയെ ചോറ് കഴിച്ചിട്ട് വിനോദിനി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. ജാനി വന്ന് നോക്കുന്നുമുണ്ട്. ജാനിയുടെ മുറിയിലാണോ അവർ കിടക്കുന്നതെന്ന് അറിയില്ല. ഇടയ്ക്ക് ഫോണിൽ മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ട് അവർ എഴുന്നേൽക്കുന്നുണ്ട്. ആര് ഈ മെസ്സേജ് അയക്കുന്നതെന്ന് ഓർത്ത്. ഉറങ്ങാനും സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഫോൺ നോക്കിയിട്ട് ഒന്നുകൂടി കിടക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ മേശ അലമാരിയൊക്കെ കാണുന്നത്. അതൊക്കെ ഒന്ന് തപ്പി നോക്കിയാലോ എന്ന് വിനോദിനി ആലോചിക്കും. വലിയ കോടീശ്വരന്മാരുടെ വീടല്ലേ, എന്തെങ്കിലും തടഞ്ഞാലോ എന്നോർത്ത് വിനോദിനി ചെന്ന് അലമാര തുറക്കും. അവരെന്തോ ഒരു ബാഗ് എടുത്തിട്ട് അത് തുറക്കുന്നുണ്ട്. അന്നേരമാണ് അവരുടെ തോളിൽ ആരോ വന്ന് കൈ വെക്കുന്നത്. അവരൊരു ഞെട്ടലോടെ തിരിയുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. യാമിയാണ് വന്ന് കൈ വെക്കുന്നതെന്ന് തോന്നുന്നു, ആ വളയെല്ലാം കണ്ടിട്ട്.